ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERTയിലെ 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ഭൂമിയുടെ ചലനങ്ങളും ഭ്രമണവും പരിക്രമണവുമാണ്. ഇവിടെ ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളും കൊറിയോലിസ് പ്രഭാവവും. ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളും കൊറിയോലിസ് പ്രഭാവവും. ശുക്രൻ, യുറാനസ്. സൗരയൂഥത്തിൽ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ശുക്രൻ്റെയും യുറാനസിൻ്റെയും ഭ്രമണദിശ എതിർദിശയിൽ നിന്നും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. അപ്പോൾ ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ടാണ്. ശുക്രൻ്റെയും യുറാനസിൻ്റെയും ഭ്രമണദിശ എതിർദിശയിൽ നിന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ്. ഇനി ദിനരാത്രങ്ങൾ. അപ്പോൾ ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാന മാറ്റങ്ങളാണ് ദിനരാത്രങ്ങളും കൊറിയോലിസ് പ്രഭാവവും. ദിനരാത്രങ്ങൾ എന്ന് വെച്ചാൽ ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയം 24 മണിക്കൂറാണല്ലോ. ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. ഭ്രമണവേളയിൽ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും മറുഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു. ഇത്തരത്തിൽ ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശവൃത്തം എന്താണ്? ഭൂമിയുടെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം. കൊറിയോലിസ് പ്രഭാവം. ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇതിന് കാരണമാകുന്ന ബലത്തെ കൊറിയോലിസ് ബലം എന്ന് ഈ വ്യതിയാനത്തെ കൊറിയോലിസ് പ്രഭാവം എന്നും പറയുന്നു. അപ്പോൾ കൊറിയോലിസ് പ്രഭാവം എന്താണ്? ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇതിന് കാരണമായ ബലത്തെ കൊറിയോലിസ് ബലം എന്ന് പറയുന്നു. ഈ ദിശാവ്യതിയാനത്തെ കൊറിയോലിസ് പ്രഭാവം എന്നും പറയുന്നു. കൊറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. ഇതാണ് ഫെറൽ നിയമം എന്ന് പറയുന്നത്. ഫെറൽ നിയമം എന്താണ്? കൊറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർദ്ധത്തിൽ നിന്നും വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. ഇതാണ് ഫെറൽ നിയമം എന്ന് പറയുന്നത്. ഇനി പരിക്രമണം. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യനു ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പരിക്രമണം എന്ന് പറയുന്നത്. വൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിൽ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 365 ദിവസമാണ്. പ്രായോഗിക സൗകര്യത്തിന് ഇതിൽ 365 ദിവസത്തെ ഒരു വർഷമായി കണക്കാക്കുന്നു. ഓരോ വർഷവും അധികമായി വരുന്ന ദിവസങ്ങളെ 4 വർഷം കൂടുമ്പോൾ കൂട്ടിച്ചേർത്ത് ഫെബ്രുവരി മാസത്തിൽ 29 ദിവസമായി കണക്കാക്കുന്നു. ഇപ്രകാരം 366 ദിവസങ്ങളുള്ള വർഷത്തെ അതിവർഷം എന്ന് പറയുന്നു. ഇനി സൗരസമീപകം, സൂര്യോച്ചം. ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ട് ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന് വ്യത്യാസം വരും. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിനെ സൗരസമീപകം എന്ന് പറയുന്നു. ഭൂമി സൂര്യനോട് അടുത്ത് വരുന്നതിനെ സൗരസമീപകം എന്ന് പറയുന്നു. ഇത് സംഭവിക്കുന്നത് ജനുവരി മാസത്തിലാണ്. ജനുവരി 3-ാം തീയതിയാണ് സൗരസമീപകം ഉള്ളത്. സൂര്യനും ഭൂമിക്കും തമ്മിലുള്ള അകലെ ഏറ്റവും കൂടുതലായിരിക്കുന്നത് ജൂലൈ മാസത്തിലാണ്. ഇത് എന്നാണ്? ജൂലൈ 4. ഇതിനെ സൂര്യോച്ചം എന്നും പറയുന്നു. ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയാണ് ഭൂമിയുടെ മറ്റൊരു ചലനമാണ് അച്ചുതണ്ടിൻ്റെ ഭ്രമണമായ പുരസരണം. ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുമ്പോൾ ഏകദേശം 26,000 വർഷം എടുത്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വൃത്തം തീർക്കുന്ന രീതിയിൽ വളരെ സാവധാനത്തിൽ ഭൂമിയുടെ അച്ചുതണ്ട് നീങ്ങുന്നത്. ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ എന്ന രീതിയിലാണ് ഭൂമിയുടെ പരിക്രമണ വേഗത. ഭൂമി സൂര്യനും തമ്മിലുള്ള അകല വ്യത്യാസം ഗുരുത്വാകർഷണത്തിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും പരിക്രമണ വേഗതയിൽ വ്യത്യാസം വരുന്നതിനും കാരണമാവുകയും ചെയ്യുന്നു. ഇനി അടുത്തത് അയനമാണ്.
ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രിയായി പരിക്രമണ വേളയിലൂടെ ഉടനീളം നിലനിർത്തുന്നതിന് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന ദിശയിലേക്കും ദക്ഷിണായന ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ നീങ്ങുന്നതായി കാണാം. സൂര്യൻ്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തെ അയനം എന്നു പറയുന്നു. ഇതിനനുസൃതമായി ദിനരാത്രങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം അനുഭവപ്പെടും. യുദ്ധത്തിൽ സൂര്യൻ്റെ സ്ഥാനം വിവിധ അക്ഷാംശങ്ങളിൽ നേർമുകളിലെത്തുന്ന ചില പ്രധാന ദിനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇനി വിഷുവം ആണ്. പരിക്രമണ വേളയിൽ ഭൂമധ്യരേഖയെ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിനങ്ങളായ മാർച്ച് 21, സെപ്റ്റംബർ 23 രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. അപ്പോൾ മാർച്ച് 21 സെപ്റ്റംബർ 23 രണ്ട് അർദ്ധഗോളങ്ങളിൽ രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെ വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്ന് വിളിക്കുന്നു. മാർച്ച് 21 വസന്ത വിഷുവം എന്നും സെപ്റ്റംബർ 23 ശരത് വിഷുവം എന്നും അറിയപ്പെടുന്നു. ഇനി സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം. ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിൽ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി അനുഭവപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവും പരിക്രമണം കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഗ്രീഷ്മ അയനാന്ത ദിനം. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണ്. ഉത്തരാർദ്ധഗോളത്തെ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം വടക്കോട്ട് ഉത്തരായന രേഖ വരെയാണത്. ഇതിൻ്റെ ഫലമായി ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. അപ്പോൾ ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമായ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിൽ ആയതിന് ഈ കാലയളവിൽ ഉത്തര ധ്രുവങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായ പകൽ വെളിച്ചം ഉണ്ടാകും. അപ്പം മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിൽ ആയതിന് ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായ പകൽ വെളിച്ചം ഉണ്ടാകും. ഇനി ഗ്രീഷ്മായനാന്ത ദിനത്തിൽ ജൂൺ 21 വിവിധ അക്ഷാംശ രേഖകളിലെ പകലിൻ്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന പട്ടികയാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അക്ഷാംശ രേഖ 90 ഡിഗ്രി വടക്ക് പകലിൻ്റെ ദൈർഘ്യം 24 മണിക്കൂറാണ്. 66 ഡിഗ്രി വടക്ക് 24 മണിക്കൂറാണ്. 23.5 ഡിഗ്രി വടക്ക് 13 മണിക്കൂർ 27 മിനിറ്റുമാണ്. 0 ഡിഗ്രി 12 മണിക്കൂർ. 23.5 ഡിഗ്രി തെക്ക് 10 മണിക്കൂർ 33 മിനിറ്റ്. 66 ഡിഗ്രി തെക്ക് ഇല്ല, 90 ഡിഗ്രി തെക്കും ഇല്ല. ഇനി ശൈത്യ അയനാന്ത ദിനം എന്ന് വെച്ചാൽ ദക്ഷിണാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 വരെ ഡിസംബർ 22 വരെയുള്ള കാലയളവിൽ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയാണ്. ഇതിൻ്റെ ഫലമായി ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിൽ ആയതിന് ഈ കാലയളവിൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി ഇരുട്ടായിരിക്കും. ശൈത്യ അയനാന്ത ദിനത്തിൽ ഡിസംബർ 22 വിവിധ അക്ഷാംശ രേഖകളിലെ പകലിൻ്റെ ദൈർഘ്യം സൂചിപ്പിക്കുന്ന പട്ടികയാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. 90 ഡിഗ്രി വടക്ക് ഇല്ല, 66 ഡിഗ്രി വടക്ക് ഇല്ല. ധ്രുവപ്രദേശത്ത് ശൈത്യകാലങ്ങളിൽ ശക്തമായ സൗരവാതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി. ഉയർന്ന അക്ഷാംശ പ്രദേശങ്ങളിലെ അക്ഷാംശത്തിലെ പ്രകൃതിദത്തമായ വർണ്ണ വെളിച്ചമാണ് ധ്രുവദീപ്തി. ഉത്തര ധ്രുവങ്ങളിൽ അരോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവത്തെ അരോറ ഓസ്ട്രിയാലിസ് എന്നും വിളിക്കുന്നു. ഉത്തരായണം ദക്ഷിണായനം. ശൈത്യ അയനാന്തത്തെ തുടർന്ന് ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും 23.5 ഡിഗ്രി തെക്ക് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായണമെന്നും ഗ്രീഷ്മ അയനാന്ത ദിനത്തെ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ദക്ഷിണായനം എന്നും വിളിക്കുന്നു.
വിവിധ ഋതുക്കളും അവയുടെ സവിശേഷതകളും. വസന്തകാലം എന്ന് വെച്ചാൽ സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. ഗ്രീഷ്മകാലം ഉയർന്ന അന്തരീക്ഷ താപനില, പൊതുവെ ദൈർഘ്യമേറിയ പകലുകൾ. ശരത്കാലം ശൈത്യകാലത്തിന്റെ മുന്നോടിയായ വൃക്ഷങ്ങൾ ഇലകൾ പൊഴിക്കുന്നു. ഈ കാലയളവിൽ പകലിന്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു. ശൈത്യകാലം കുറഞ്ഞ അന്തരീക്ഷ താപനില, മഞ്ഞുവീഴ്ച, പൊതുവെ ദൈർഘ്യമേറിയ രാത്രികൾ. സൂര്യന്റെ അയനം. ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് കാലയളവ് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലവുമാണ്. ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയാണ്. അത് ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലമാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് എന്നാണ് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവും. ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ശൈത്യകാലവും ഗ്രീഷ്മകാലവും. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ എന്ന് പറയുന്നത് വസന്തകാലം മാർച്ച് ഏപ്രിൽ, ഗ്രീഷ്മകാലം മെയ് ജൂൺ, വർഷകാലം ജൂലൈ ഓഗസ്റ്റ്, ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ, ഹേമന്തകാലം നവംബർ ഡിസംബർ, ശിശിരകാലം ജനുവരി ഫെബ്രുവരി. സമയം 2024 ജാനുവരി 14 റിയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിലുള്ള ബാഴ്സലോണയിൽ വെച്ച് നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന് തത്സമയ പ്രേക്ഷണ വ്യത്യാസങ്ങൾക്കിടെ ദൃശ്യമാകുന്ന സമയമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഓരോ ഡിഗ്രി രേഖാംശ വ്യാപ്തിക്കും ആനുപാതികമായ സമയവ്യത്യാസം 4 മിനിറ്റാണ്. പ്രാദേശിക സമയം. പണ്ടുകാലങ്ങളിൽ നിരന്റെയും സൂര്യന്റെ ഉച്ചാസ്തനത്തെയും അടിസ്ഥാനമാക്കിയാണ് ഓരോ പ്രദേശത്തെയും പ്രാദേശിക സമയം നിശ്ചയിച്ചിരുന്നത്. സൂര്യന്റെ സ്ഥാനം ഒരാളുടെ തലയ്ക്ക് നേർമുകളിലെത്തുമ്പോൾ 12 മണി എന്ന കണക്കിലായിരുന്നു. നിരന്റെ നീളം ഏറ്റവും കുറഞ്ഞ സമയമാണിത്. ഇനി മാനക സമയം. ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യസ്തമായിരിക്കും. ഇത് ഒരു രാജ്യത്തിന്റെ പൊതുവായുള്ള പരീക്ഷകൾ, റെയിൽവേ സമയം, റേഡിയോ സംപ്രേഷണം തുടങ്ങിയവയ്ക്ക് ആശയക്കുഴപ്പമുണ്ടാകും. ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ 7 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായി പരിഗണിക്കുന്നു. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ ഒരു രാജ്യത്തിന്റെ മാനക സമയമായി കണക്കാക്കുന്നു. ഗ്രീനിച്ച് സമയം. അക്ഷാംശ വൃത്തങ്ങളുടെ വലുപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ എല്ലാ രേഖാംശ രേഖകളും അർദ്ധവൃത്തങ്ങളല്ലേ. അതിനാൽ അന്താരാഷ്ട്ര സമയനിർണ്ണയ സൗകര്യത്തിന് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി രേഖാംശ രേഖയെ കണക്കാക്കുന്നു. ഇതിനെ പ്രൈം മെറിഡിയൻ എന്നും പ്രൈം മെറിഡിയനിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയമെന്നും വിളിക്കുന്നു. ലോകത്തെവിടെയും യാത്രക്കാർ സമയം കണക്കാക്കുന്ന ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖയും കടക്കുമ്പോൾ സമയം 4 മിനിറ്റ് കൂടുകയും പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ 4 മിനിറ്റ് കുറയുകയും ചെയ്യുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇന്ത്യയിൽ എങ്ങനെയാണ് മാനക സമയം കണക്കാക്കുന്നത്? ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമായ ഗുജറാത്തും തമ്മിൽ ഏകദേശം 30 ഡിഗ്രി രേഖാംശ വ്യത്യാസമുള്ളതിനാൽ 2 മണിക്കൂറോളം പ്രാദേശിക സമയം വ്യത്യാസമുണ്ട്. ഇതുകൊണ്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് രാജ്യത്ത് ഒരു മാനക സമയം നിർണയിച്ചിട്ടുണ്ട്. 7.5 ഡിഗ്രിയുടെ ഗുണിതമായ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയെ ഇന്ത്യയിൽ മാനക രേഖാംശമായി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തെയാണ്. ഈ രേഖയിലുള്ള പ്രാദേശിക സമയത്തെ ഇന്ത്യയുടെ മാനക സമയമായി കണക്കാക്കുന്നു. സമയരേഖകൾ. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്ത് 1 മണിക്കൂർ സമയ വ്യത്യാസത്തെ 24 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഇവയുടെ സമയമേഖല ഓരോ മേഖലയിലും 15 ഡിഗ്രി രേഖാംശ രേഖയെ വ്യാപ്തിയുണ്ട്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തും തമ്മിൽ ഏകദേശം 2 മണിക്കൂറിന് വ്യത്യാസമാണ്. വ്യത്യാസം കുറവായതുകൊണ്ട് തന്നെ രാജ്യത്തിന് പൊതുവായ ഒരു മാനക സമയം തിരഞ്ഞെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ റഷ്യ, കാനഡ, USA, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിരവധി സമയരേഖകളും മാനക സമയങ്ങളും ഉണ്ടാകും. ഓക്കെ ഫ്രണ്ട്സ്.